ഒരുപാട് യൂറോപ്യൻ കൺട്രീസ് ഒരുമിച്ച് കവർ ചെയ്യുന്ന രീതിയിലുള്ള ക്രൂയിസുകളൊക്കെ ഇതുവഴി പോകും കേട്ടോ. സൂം ചെയ്ത് നോക്കിയപ്പോൾ മനസ്സിലായത് ഈ ക്രൂയിസിന്റെ പേര് അസുര എന്നാണ്. ഒരുപാട് ടൂറിസ്റ്റുകൾ ഇതിന്റെ അകത്ത് വെക്കേഷൻ ആഘോഷിച്ച് പോകുന്നുണ്ട്. ഫ്യൂച്ചറിൽ ഒരു ദിവസം എനിക്കും ഇതിലൊക്കെ ഒന്ന് കയറണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. അയ്യോ അതവിടെ ഇരിക്കട്ടെ, നമ്മൾ വന്ന കാര്യം മറന്നുപോയി. നമ്മളിപ്പോ പോകുന്നത് നേരെ ബിർഗൂലോട്ടാണ്. വല്ലറ്റേന്ന് സ്പെസിഫിക് നമ്പർ ആയിട്ടുള്ള ബസ്സുകളൊക്കെ ബിർഗൂലോട്ട് പോകും കേട്ടോ. പക്ഷെ ഏറ്റവും എളുപ്പം എത്താൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണ് ഫെറി. സെയിം നമ്മുടെ ബസ് കാർഡ് ആയിട്ടുള്ള തലിഞ്ച കാർഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഫെറിയിൽ കയറാം. ഇന്ന് നമ്മൾ പ്ലാൻ ഒന്ന് ചെറുതാക്കി മാറ്റി പിടിച്ച് €3 കൊടുത്തിട്ട് ഈ കുഞ്ഞി ബോട്ടിലാണ് പോകുന്നത്. ഈവനിങ് സൺസെറ്റിന്റെ ആ ഒരു ടൈമിൽ ഈ ഒരു കുഞ്ഞി ബോട്ടിൽ കയറി പോകുമ്പോൾ ആകാശം മൊത്തം ഒരു ഗോൾഡൻ കളറായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ചെറിയൊരു പേടി ഉണ്ടെങ്കിലും കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ ഇരുന്നു. മാൾട്ടയിൽ വരുന്ന ഒട്ടുമിക്ക ടൂറിസ്റ്റുകളും മിസ് ചെയ്യാത്തൊരു കാര്യമാണ് ഈ ഒരു യാത്ര. സൺകിസ്ഡ് മൊമെന്റ്സും ഗോൾഡൻ ഹവേഴ്സ് ഒക്കെ കേട്ടിട്ടല്ലേ ഉള്ളൂ. കണ്ടോ, ഇപ്പൊ അത് ആസ്വദിക്കുക. എങ്ങാനും ഈ ബോട്ട് മറിഞ്ഞാൽ എങ്ങനെ രക്ഷപ്പെടുന്നായിരുന്നു ഞങ്ങളുടെ അടുത്ത ഡിസ്കഷൻ. പക്ഷെ ആരും പേടിക്കണ്ട, അതിനുള്ള സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ ഈ കുഞ്ഞു ബോട്ടിലുണ്ട് കേട്ടോ. 5 മിനിറ്റ് പോലും എടുത്തില്ല, നമ്മൾ വിർഗു എത്തി. ഇവിടെ വന്നിറങ്ങിയപ്പോൾ പള്ളിയിൽ ഗുഡ് ഫ്രൈഡേയുടെ ഓരോരോ പരിപാടികൾ നടക്കുവാണ്. പിന്നെ അതൊക്കെ കണ്ട് നമ്മൾ അങ്ങനെ നടന്നു. എന്ത് രസമായിട്ടാണല്ലേ പണ്ട് നടന്നിരുന്ന കാര്യങ്ങളൊക്കെ റീക്രിയേറ്റ് ചെയ്തിട്ട് അവർ ചെയ്യുന്നത്. എനിക്ക് ഈ കഥകളൊന്നും ഡീറ്റെയിൽ ആയിട്ട് അറിയാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞ് കൂടുതൽ ട്രോള് വാങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഇന്നത്തെ വിശേഷം അത്രയൊക്കെ ഉള്ളൂ. ബാക്കി അടുത്ത വീഡിയോയിൽ.